റിയൽമിയുടെ Realme Narzo 50i പ്രൈം എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയൊരു സ്മാർട്ട് ഫോൺ ആണ് എന്ന് പറയാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും പേര് പുതിയതാണ്. സ്പെസിഫിക്കേഷൻ പഴയ ഫോണിലുള്ള അതേ സെയിം സ്പെസിഫിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിലും എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme Narzo 50i പ്രൈം എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ Realme Narzo 50i പ്രൈമിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷെ അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നുള്ളൂ. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് അതേ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ടും ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്ക് 8000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ചില ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിൽ അത് വരുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.5 mm ആണ്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ മിൻറ്റ് ഗ്രീനും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ unisoc T612 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അവർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5G സപ്പോർട്ട് ഇല്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ കാണാത്തൊരു കാര്യമാണ് UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 3GB റാമും 32GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ 4GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 1 TB മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ Android 11 ബേസ് ആയിട്ടുള്ള Realme സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പം വരുന്നൊരു ഫോണിലൊക്കെ അവർക്ക് Android 12 സോഫ്റ്റ്വെയർ ഒക്കെ കൊടുക്കായിരുന്നു. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 8 MP സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തതൊന്നും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 3GB റാം വെർഷൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. 4GB റാം വെർഷൻ്റെ വില വരുന്നത് 8999 രൂപയാണ്. സെപ്റ്റംബർ 23 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുമ്പ് റിയൽമിയുടെ Realme C30 എന്നൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിൻ്റെ അതേ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് Realme Narzo 50i പ്രൈം എന്ന ഫോണിൽ വരുന്നത്. പിന്നെ Realme C30യുടെ 3GB റാം വെർഷൻ്റെ വില വരുന്നതും 8000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ്. അപ്പം വിലയും സെയിം ആണ്. പിന്നെ Realme C30യിൽ 2GB റാം വെർഷനൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ ഈ ഫോണിൽ അത് അവൈലബിൾ അല്ല. അത്ര ഡിഫറൻസ് ഒക്കെ കാര്യമായിട്ട് ഇത് തമ്മിൽ വരുന്നുള്ളൂ. പിന്നെ അവർ ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ Realme C30 എന്ന ഫോണിൻ്റെ സെയില് ഫ്ലിപ്കാർട്ടിലാണ് നടക്കുന്നത്. എന്നാൽ ഈ ഫോണിൻ്റെ സെയിൽ ആമസോണിലാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ Realme C30 എന്ന ഫോൺ ആമസോണിലും ലഭിക്കുമെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പുതിയൊരു പേരിൽ ഒരു ഫോൺ ലോഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു പേരിൽ ഒരു ഫോൺ ലോഞ്ച് ചെയ്താൽ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സെയിലൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. പലരും ഇത് പുതിയൊരു സ്മാർട്ട് ഫോൺ ആണ് എന്ന് തെറ്റിദ്ധരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഒന്നും കിട്ടുന്നില്ല. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ വിലയും സെയിം ആണ്. ആമസോണിൽ നിന്ന് മേടിക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോണുകൾ നോക്കുന്നതായിരിക്കും നല്ലത്. അതൊരു പ്രശ്നമല്ല. പ്രോസസ്സറാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. എന്തായാലും Realme Narzo 50i Prime എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.